യൂട്യൂബ് ഷോർട്സ് മോണിറ്റൈസേഷനെ കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ട്. ഒരുപാടല്ല, ജസ്റ്റ് ഒന്ന് യൂട്യൂബ് ഷോർട്സ് മോണിറ്റൈസേഷൻ എന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ 2 ബ്ലോഗുകളിലായിട്ട് നമുക്ക് ഈ വാർത്ത ലഭിക്കും. 21 മണിക്കൂറിന് മുമ്പാണ് ഈ വാർത്ത വന്നിട്ടുള്ളത്. ഈ ബ്ലോഗുകളൊന്നും യൂട്യൂബിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റുകളല്ല. നമ്മളെപ്പോലെ തന്നെ വീഡിയോ ചെയ്യുന്ന പോലെ തന്നെ ബ്ലോഗ് എഴുതി വിടുന്ന വെബ്സൈറ്റുകളാണ് ഈ ബ്ലോഗുകൾ എന്ന് പറയുന്നത്. ഈ ബ്ലോഗുകളിൽ പറയുന്ന കാര്യം ശരിയാണോ എന്നുള്ളത് ആ ബ്ലോഗിൽ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു യൂട്യൂബർ ആണെങ്കിൽ യൂട്യൂബ് ഷോർട്സ് മോണിറ്റൈസ് ആകുമോ ആകില്ലേ എന്നുള്ളത് വ്യക്തമായിട്ട് അറിയണം. അതുപോലെ തന്നെ യൂട്യൂബ് ഷോർട്സിൽ ആഡ്സ് വരുന്നുണ്ടോ വരുന്നില്ലേ, ആ വരുന്ന ആഡ്സ് എന്തുകൊണ്ടാണ് വരുന്നത് എന്നുള്ള കാര്യവും വ്യക്തമായിട്ട് മനസ്സിലാക്കും. ഇതിനു വേണ്ടിയുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. എന്തായാലും ഇതിൻ്റെ കാര്യം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. 2 കാര്യങ്ങളാണ് നമുക്ക് അറിയേണ്ടത്. ആദ്യമായിട്ട് അറിയേണ്ടത് നമുക്ക് യൂട്യൂബ് ഷോർട്സിൽ ആഡ്സ് വരുന്നുണ്ടോ എന്നുള്ള കാര്യം അറിയണം. അതിനുവേണ്ടി നമുക്ക് യൂട്യൂബ് ഷോർട്സ് എന്നുള്ള ഈ പ്ലാറ്റ്ഫോമിൽ ക്ലിക്ക് ചെയ്യാം. ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ മോളിക്ക് സ്വൈപ്പ് അപ്പ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് 3 വീഡിയോ സ്വൈപ്പ് അപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ കണ്ടില്ലേ, റമ്മി കളിക്കൂ എന്ന് പറഞ്ഞാൽ റമ്മി സർക്കിളിൻ്റെ ആഡ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മുകളിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് വേറെയും ആഡ്സ് വരും. ഇവിടെ ഒരു സ്ക്വയർ ടൈപ്പിലുള്ള ആഡ് വന്നിട്ടുണ്ട്. ഇത് റമ്മി സർക്കിളിൻ്റെ തന്നെ ആഡാണ് വരുന്നത്. ഇത് രണ്ടാമതും വരുന്നുണ്ട്. അപ്പോൾ ആഡ്സ് വരുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ്. എന്നാൽ ഈ ഒരു വാർത്ത ശരിയാണോ എന്നറിയാൻ വേണ്ടി നിങ്ങൾ ഒരു ഗൂഗിളിൽ, അതായത് ബ്രൗസർ ഏതെങ്കിലും ഓപ്പൺ ചെയ്തിട്ട് അതിൽ യൂട്യൂബ് ഷോർട്സ് മോണിറ്റൈസേഷൻ എന്ന് സെർച്ച് ചെയ്യുക. ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ ടോപ്പ് സ്റ്റോറീസ് എന്ന് പറഞ്ഞിട്ട് 2 ബ്ലോഗുകളാണ് കിട്ടുന്നത്. ആദ്യത്തെ ബ്ലോഗിൻ്റെ ടൈറ്റിലിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് ലോകത്ത് എല്ലാ സ്ഥലത്തും യൂട്യൂബ് ഷോർട്സിൽ ആഡ്സ് വരുന്നു എന്നുള്ള കാര്യമാണ് പറഞ്ഞേക്കുന്നത്. ഇത് ഗൂഗിളിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് അല്ല. ഒഫീഷ്യൽ വെബ്സൈറ്റിൽ 1 വർഷം മുമ്പേ പറഞ്ഞിട്ടുണ്ട് യൂട്യൂബ് ഷോർട്സിൽ ആഡ്സ് വരും. ഇതിനെക്കുറിച്ചുള്ള ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ബ്ലോഗിൽ എന്താണ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത് എന്നുള്ള കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ എല്ലാവരും തെറ്റിദ്ധരിച്ചുകൊണ്ട് ഇനിയും യൂട്യൂബ് ഷോർട്സ് മോണിറ്റൈസ് ആയി എന്ന് വിചാരിക്കും. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ബ്ലോഗും നിങ്ങൾ വായിച്ചു നോക്കണം. ഇതിന്റെ ടൈറ്റിൽ വായിച്ചാൽ മതി. യൂട്യൂബ് ഈസ് ടെസ്റ്റിംഗ് ആഡ്സ് ഓൺ ഷോർട്സ് ഫ്രം ആൻസർ ടു ടിക്ടോക്ക്. ഇതാണ് ഇതിനുള്ള കാരണം. ആ കാരണം അറിയാൻ വേണ്ടി ആദ്യത്തെ ബ്ലോഗിനെ ഇങ്ങനെ തുറക്കുക. ടെക് ക്രച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സൈറ്റിലാണ്, ഈ ഒരു ബ്ലോഗിലാണ് ഇത് വന്നിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ വേണ്ടി ഈ ബ്ലോഗിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതായത് ഗൂഗിൾ ആഡ്സിന്റെ യൂട്യൂബിന്റെ അല്ല, ആഡ്സെൻസിന്റെ അല്ല, ഗൂഗിൾ ആഡ്സിന്റെ മാനേജർ ആയിട്ടുള്ള ജെറി ഫുൾ നെയിം ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ജെറി എന്ന് പറഞ്ഞ ആ മാനേജറുടെ ഒരു മെയിലാണ് ഈ ഒരു ബ്ലോഗിൽ പറഞ്ഞിട്ടുള്ളത്. ആ മെയിലിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യമാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഈ മെയിൽ എപ്പോഴാണ് അയച്ചേക്കുന്നത്, അതുപോലെ തന്നെ ഈ മെയിലിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആണ്. ഈ ഡീറ്റെയിലിൽ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഗ്ലോബലി നമ്മുടെ യൂട്യൂബ് ഷോർട്സിൽ യൂട്യൂബ് ഷോർട്സ് ഫീഡിലൂടെ പരസ്യങ്ങൾ കൊടുക്കുന്നു. ആ പരസ്യം കൊടുക്കുന്ന ആർക്ക് വേണ്ടിയാണ്? അതായത് ഗൂഗിൾ ആഡ്സ് വഴി ഏതെങ്കിലുമൊക്കെ ഒരു ആപ്ലിക്കേഷനെ പ്രൊമോട്ട് ചെയ്യാനോ, അല്ലെങ്കിൽ ഗൂഗിൾ ആഡ്സ് വഴി ഏതെങ്കിലും പ്രൊഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യാനോ ഗൂഗിൾ ആഡ്സ് കൊടുക്കുന്നവർക്ക് അവരുടെ ആഡ് ക്യാമ്പയിനുകൾ ഷോർട്സ് ഫീഡിന് മുകളിൽ കാണിക്കാൻ പറ്റും. അതായത് 2 തരത്തിലുള്ള പരസ്യമുണ്ട്. ആ 2 തരത്തിലുള്ള പരസ്യം ഷോർട്ട് ഫീഡിലേക്ക് കൊടുക്കാൻ സാധിക്കും. അതുകൊണ്ട് ഒരു ക്രിയേറ്റർക്ക് പ്രത്യേകിച്ച് ഒരു ഗുണമില്ല. ഇതൊരു ട്രയൽ ആണെന്നുള്ളത് ഈ ബ്ലോഗിൽ പറയുന്നുണ്ട്. ഈ ട്രയൽ തുടങ്ങിയിട്ട് 1 വർഷത്തോളമായി. ആ ട്രയലിന് കാരണം എന്താണെന്നുള്ളത് ഇവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ ടിക്ടോക്ക് ആരും തന്നെ ഓപ്പൺ ചെയ്ത് നോക്കാറില്ല. അതായത് നമുക്ക് ഇവിടെ ബാനാണ്, അതുകൊണ്ട് ഓപ്പൺ ചെയ്ത് നോക്കാൻ പറ്റാറില്ല. യൂട്യൂബും ടിക്ടോക്കുമായിട്ട് ഷോർട്ട് പ്ലാറ്റ്ഫോമിൽ വലിയ കോമ്പറ്റീഷൻ ആണ് നടക്കുന്നത്. ടിക്ടോക്കിന്റെ ആപ്ലിക്കേഷൻ ഇപ്പോൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഓരോ വീഡിയോയുടെ മുകളിലും ഓരോ പ്രൊഡക്റ്റ് ബൈ ചെയ്യാനുള്ള, അതായത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് പ്രൊഡക്റ്റ് ബൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ, ഒരു ഫീച്ചർ വരുന്നുണ്ട്. ആ ഫീച്ചറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ പ്രൊഡക്റ്റ് വാങ്ങിക്കാനും പറ്റും. അതായത് ആ ആപ്ലിക്കേഷനിൽ നിന്ന് മറ്റൊരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷനിലേക്ക് പോകാതെ തന്നെ ആ പ്രൊഡക്റ്റിനെ ബൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് എന്നാണ് പറയുന്നത്. അത്തരത്തിലുള്ള ഓപ്ഷൻ ഉള്ള നിലയ്ക്ക് നമ്മൾ യൂട്യൂബ് ഷോർട്സിലും പരസ്യം കൊണ്ടുവരാനുള്ള ഒരു കോമ്പറ്റീഷനാണ്. അതായത് യൂട്യൂബ് ഷോർട്സും യൂട്യൂബും തമ്മിലുള്ള ഒരു കോമ്പറ്റീഷനാണ് നടക്കുന്നത്. ഇവിടെ മോണിറ്റൈസേഷൻ എന്നുള്ള ഒരു വാക്കിന് ഒരു പ്രാധാന്യമില്ല. അതായത് യൂട്യൂബ് ഷോർട്സ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്ക് യൂട്യൂബ് പണം കൊടുക്കുന്നു, അതായത് ആഡ്സെൻസ് ത്രൂ പണം കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമാണ് മോണിറ്റൈസ് ആയി എന്ന് പറയാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ നടക്കുന്നത് വെറും ട്രയൽ മാത്രമാണ്. അതായത് യൂട്യൂബ് ഷോർട്സിൻ്റെ അകത്ത് പരസ്യം കൊണ്ടുവരാനുള്ള ട്രയലാണ്. ഇതൊരു 1 വർഷമായിട്ട് യൂട്യൂബിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇതുകൊണ്ട് ഒരു ക്രിയേറ്റർക്കും ₹1 പോലും ലഭിക്കാൻ സാധ്യതയില്ല. അപ്പോൾ ഇനി വരുന്ന സമയങ്ങളിൽ, അതായത് അത് ഈ മെയിലിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയിട്ട് 1 വർഷത്തോളമായി. ഇനി വരുന്ന സമയങ്ങളിൽ യൂട്യൂബ് ഷോർട്സ് ഇത് ലോഞ്ച് ചെയ്യാം. അടുത്ത മാസം ലോഞ്ച് ചെയ്യാം, 3 മാസത്തിനുള്ളിൽ ലോഞ്ച് ചെയ്യാം, 1 വർഷത്തിനുള്ളിൽ ലോഞ്ച് ചെയ്യാം. ട്രയലാണ് ഇപ്പം നടക്കുന്നത് എന്ന് പറയുന്നത്.
അപ്പോൾ നമുക്ക് ആഡ്സ് നമുക്ക് തന്നെ നമ്മുടെ വീഡിയോയിൽ ആഡ് കൊടുക്കണമെങ്കിൽ ഗൂഗിൾ ആഡ്സ് വഴി യൂട്യൂബ് ഷോർട്സിൽ ആഡ്സ് കൊടുക്കാൻ പറ്റും എന്നുള്ള ഒരു കാര്യമാണ് യൂട്യൂബ് റോൾ ഔട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. ഇതിലും നല്ല കണ്ടന്റുകളുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.